ഇനി ഞാൻ പറയട്ടെ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കൂ. ഈ കിതാബിന് മുസ്തഹ്സിറം മിസ്റാബ് എന്ന് പറഞ്ഞതല്ലേ ഈ മൗലവി പച്ചക്കള്ളം കള്ളുകുടിയനാക്കാൻ വേണ്ടി പറഞ്ഞത്? ഇങ്ങനെയല്ലേ ഇവരായ തോതല്, ഇങ്ങനെയല്ലേ ഇവരെ കിതാബ് വായിക്കല്, ഇങ്ങനെയല്ലേ ഇവരെ വഞ്ചിക്കല്, കബളിപ്പിക്കല്? ഇനി ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് മൂപ്പര് കുറച്ച് പാട്ടുപാടും. മൂപ്പര് ഉസ്ബീനെ കുറ്റം പറയും. അറേബ്യൻ സാഹിത്യം പഠിക്കാൻ വേണ്ടി, അറബി സാഹിത്യം പഠിക്കാൻ വേണ്ടി കത്തുന്നതിന്റെ സായിറം ബൈത്ത് ചെല്ലുമ്പോ അതിൽ പഴയ കാലത്തുള്ള അറബികൾ പാടിയ പല പാട്ടുണ്ടാവും. സാഹിത്യം പഠിക്കാനാ ആ സാഹിത്യമുള്ള പാട്ടുകൾ അദ്ദേഹം എടുത്തുദ്ധരിക്കുകയും അത് ഉദ്ധരിക്കുകയും ചെയ്തത് അത് പെൺപ്രേമിയാണെന്നും പറഞ്ഞില്ലേ മൗലവി? എന്ത് തോന്നിവാസമാണ്! ഇനി നിങ്ങൾ അതാ ആയത്തിന്റെ അർത്ഥം അതേ റസൂലുള്ളാഹിന്റെ തെറ്റ് ചെയ്തു പോയാൽ പോകണമെന്നല്ല, തെറ്റ് ചെയ്തു പോയപ്പോൾ എന്നാണ് എന്ന് പറഞ്ഞില്ലേ? അവരക്രമം പ്രവർത്തിച്ചാലെന്നല്ല, പ്രവർത്തിച്ചാരേ അഥവാ അവരിൽ നിന്നൊരക്രമം വന്നുപോയപ്പോൾ അഥവാ കഴിഞ്ഞുപോയ മാളിയായ ഒരു കാര്യമാണ്. ആയത്തിന്റെ അർത്ഥം നിങ്ങളുടെ നേതാവിന്റെ ബുക്ക് നോക്കി വായിക്കുന്നു. അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയും അങ്ങനെ അവർ നിന്റെ അടുത്ത് വരികയും അള്ളാഹുവിനോട് അവർ പാപമോചനം തേടുകയും നബി അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാകുന്നു എന്നാണ് പ്രസ്തുത ആയത്തിന്റെ ആശയം. നിങ്ങളിവിടെ ചെയ്താൽ, തേടുകയും ചെയ്താൽ എന്ന അർത്ഥം ശരിക്കു തന്നെ നിങ്ങൾ ഇവിടെ എഴുതിപ്പോയില്ലേ മൗലവിമാരെ? ഇനി അതാ ഇബ്നു കസീർ പറഞ്ഞത് കാണുക. തങ്ങളുടെ പക്കലിന് പാപമോ അനുസരണക്കേടോ സംഭവിച്ചാൽ, തങ്ങളുടെ പക്കലിന് പാപമോ അനുസരണക്കേടോ സംഭവിച്ചാൽ, തങ്ങളുടെ പക്കലിന് പാപമോ അനുസരണക്കേടോ സംഭവിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് അവിടെ വെച്ച് അല്ലാഹുവിനോട് പാപമോചനം തേടുകയും പാപമോചനം തേടാൻ നബിയോട് ആവശ്യപ്പെടുകയും വേണമെന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരോട് അല്ലാഹു നിർദ്ദേശിക്കുന്നു. അപ്പൊ നബിയോട് തേടാൻ ആവശ്യപ്പെടണമെന്ന് അല്ലാഹു നിർദ്ദേശിക്കുന്നു. ഖുർആന്റെ തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞത് അങ്ങനെയാണെന്ന് നിങ്ങളും സമ്മതിച്ചില്ലേ മൗലവിമാരെ? ഇനി നിങ്ങളെ ഖുർആൻ പരിഭാഷ ഞാൻ ഉസങ്കടിന്ന് വായിച്ചില്ലേ? ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല അതിനുശേഷമുള്ളവർക്കും അത് ബാധകമാണെന്ന്. അതേ വരുന്ന വാചകം നിങ്ങൾ അമാനി മൗലവി പറഞ്ഞില്ലേ? എന്നിട്ടോ അതിന്റെ ശേഷം മരണശേഷം അത് ബാധകമല്ലെന്ന് അദ്ദേഹത്തിന്റെ വകയിൽ ദുർവ്യാഖ്യാനം എഴുതിയത് ഞാനവിടുന്ന് വിശദീകരിച്ചതല്ലേ? ഇൻഷാ അല്ലാഹ് പ്രസംഗത്തിന്റെ CD ഇറങ്ങുമ്പോ ഞാനതിൽ കേട്ടിക്കോളാം. നിങ്ങൾ പറയുന്ന അതിന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വാദം മുഴുവനും വൈരുദ്ധ്യാണെന്നല്ലേ ഞങ്ങളെ അഭിപ്രായം തന്നെ. നിങ്ങൾ ആദ്യം പറഞ്ഞു എല്ലാ ഓരോ സത്യവിശ്വാസത്തിനും ബാധ്യതയാണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രം അല്ല, വഫാത്തിന്റെ ശേഷം. ഞാനൊന്നുകൂടി വായിക്കാം, ശരിക്കും മൗലവി ഒന്ന് മനസ്സിലാക്കുന്നവിടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായിത്തീരുന്നു. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണമുണ്ടാക്കുകയോ ഒഴിവ് കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്.
അപ്പൊ അള്ളാഹ് അറിയിക്കുന്നതിലാണ്. പിന്നെ മുജാഹിദിന്റെ അഭിപ്രായം വേറെ ഉണ്ട് അതിന്റെ ശേഷം, അതാ നിങ്ങൾ വായിച്ചത്. മുജാഹിദിന്റെ അഭിപ്രായം എന്താ അതിന്റെ ശേഷം പറഞ്ഞു. ഇപ്പറഞ്ഞത് റസൂൽ തിരുമേനിയുടെ കാലത്തുള്ളവരെ സംബന്ധിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. അതിന്റെ തെളിവായത്തല്ല ഹദീസല്ല, കേട്ടോളൂ തെളിവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെല്ലലും അവിടുന്ന് പാപമോചനം തേടും അവിടുത്തെ ജീവിതകാലത്ത് മാത്രമാണല്ലോ സാധ്യമാവുക. അയ്യോ, ഒരു ടിക്കറ്റ് എടുത്ത് ആർക്കും കഴിയും. ആർക്കാണ് അതിന് കഴിയാത്തത്? അല്ലാതെ സാധ്യമല്ല നിങ്ങൾ പറയുന്നു. എല്ലാ ദുബായും ഖത്തറിലൊക്കെ പോകുന്നത് നിങ്ങൾക്ക് അവിടെ മാത്രം പോകാൻ സാധ്യമാകുന്നില്ലെന്നോ? അതിന്റെ അബ്ദുല്ലാഹിബ്നു ഉബയ്യും പറഞ്ഞത് നബിയോട് പറയാൻ വേണ്ടി പോകുന്ന പരിപാടിയില്ല. നബിയോട് പറയാൻ വേണ്ടി വിളിച്ചാൽ യസ്തഗ്ഫിറുലക്കും റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, അതിനുവേണ്ടി വരൂ എന്ന് പറഞ്ഞ് അവിടെ വിശ്വാസികളെ വിളിച്ചാൽ ലൗറൂസവും അത് സാധ്യമല്ല, തലയങ്ങ് തിരിച്ചുകളയും വറായിതഹും യസുദ്ദൂന അവര് പിരിഞ്ഞു പോകുന്നത് കാണാം. എന്തുകൊണ്ട്? വറായിതഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ അവർ വിതറന്മാരാണ്. ഞങ്ങളെ ഭർത്താവിനോട് ഞങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹ് മതി, അതിനിടയ്ക്ക് ഒരു നബിന്റെ ശുപാർശ വേണ്ട എന്ന അഹങ്കാരമാണ് എന്ന് ഖുർആൻ കപട വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പൊ സാധിക്കൂല എന്നാ പറഞ്ഞത്, ഖുർആനിലുണ്ട് എന്നല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് കേട്ടോളൂ. എന്ത് പാപം ചെയ്താലും റസൂൽ തിരുമേനിയുടെ ഖബറിങ്കൽ ചെന്ന് സങ്കടം പറഞ്ഞാൽ മതിയെന്നും മറ്റുമുള്ള ചില അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നീതീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ഈ വചനം ഉപയോഗപ്പെടുത്താറുണ്ട്. അതെങ്ങനെ? നബിന്റെ അടുക്ക പോയി പറഞ്ഞാൽ മാത്രം പോരല്ലോ, റസൂലുള്ളാഹിനോ അള്ളാഹിനോടും കുറച്ചല്ല ചോദിക്കണമെന്ന് അവിടെ തന്നെ ഇല്ലേ? അങ്ങനെ ഒരു തൽപര കക്ഷിയും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അനുയായികളെ വഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതിണ്ടാക്കിയതാണ്. റസൂല് ശുപാർശയും ചെയ്യണം, അള്ളാഹിനോട് കുറച്ചല്ല വേറെ നടക്കുകയും വേണമെന്ന്. ഇതെന്ത് തൽപര കക്ഷിയാണ് അവിടെ? പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? ജീവിതകാലത്ത് അവിടുത്തെ സന്നിധിയിൽ ചെല്ലുന്നതും അതും ഒരുപോലെയാണെന്ന് ജൽപ്പിക്കുന്നു. ഇത് തികച്ചും നിരർത്ഥകമാണെന്നുള്ളത് ഇരിക്കട്ടെ. എന്തുകൊണ്ട് നിരർത്ഥകമാണ്? അങ്ങനെ അപേക്ഷിച്ചാൽ തന്നെയും റസൂൽ തിരുമേനി ഇവർക്ക് വേണ്ടി പാപം തേടുക എന്ന ഉപാധി ജീവിതകാലത്തെ പൂർത്തിയാകൂ എന്ന് പറയേണ്ടതില്ല. നിങ്ങളെ വർത്തന ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. ഖുർആനിൽ പറഞ്ഞത് എന്താണെന്നുള്ള നിങ്ങൾ ആവശ്യം. ഖുർആൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഖൗലുൽ മൗലവി ലൈസ ബിഹുജ്ജത്തിന്നല്ലേ? മൗലവിയുടെ വാക്കുണ്ടോ ഇസ്ലാമിൽ തെളിവാകുന്നു? ഖുർആനേ തെളിവാവൂ, ഹദീസേ തെളിവാവൂ, ഇജ്മാഅേ തെളിവാവൂ, ഖിയാസേ തെളിവാവൂ. ഖുർആനിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ പറയുന്നത് പറയേണ്ടതില്ല. ഇങ്ങനെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ശരി, അത് നിങ്ങളുടെ പ്രസംഗത്തിൽ പറയാം. വാദപ്രതിവാദത്തിനെ ശരിയാവില്ല. വാദപ്രതിവാദത്തിന് അപ്പുറവും ഇപ്പുറമൊക്കെ